Hello friends. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 5 things you must do to become a powerful conversationalist. Conversationalist അതായത് സംസാരിക്കാൻ പറ്റുന്നത് ആക്ച്വലി ഒരു കഴിവാണ്. അത് നന്നായി ചെയ്യാൻ പറ്റുന്നത് വേറൊരു കഴിവാണ്. ആക്ച്വലി ഇത് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചൊന്ന് മെനക്കെടണം. പക്ഷെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഓൾറൈറ്റ്, സോ എല്ലാത്തിനു മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾറൈറ്റ്, വൈ ഡു വി നീഡ് പവർഫുൾ കോൺവെർസേഷൻ സ്കിൽ? എന്തിനാണ് കോൺവെർസേഷണൽ സ്കിൽ നമുക്ക് ആവശ്യം? എന്തിനാണ്? ക്രിയേറ്റ് an effect on people you meet. ഡെഫിനറ്റ്ലി നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ വി മീറ്റ്. അതിപ്പം ഏതൊരു ഗ്യാതറിങ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഇവൻറ്റ്സിലാണെങ്കിലും, ഫങ്ഷൻസ്, സെലിബ്രേഷൻസ്, ഇനിയിപ്പം അതല്ല ജോലിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അക്കാഡമിക് രീതിയിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടും. ഇൻഫാക്ട് ട്രാവലിംഗ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പം ഇവരൊക്കെ ആയിട്ട് നമുക്കൊരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണെങ്കിലും നമ്മളൊന്ന് കോൺവെർസേറ്റ് ചെയ്യണം. അപ്പം അത്തരം രീതിയിൽ നമ്മൾ കോൺവെർസേറ്റ് ചെയ്യുമ്പം അത് കുറച്ചുകൂടെ വൃത്തിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ കുറച്ചുകൂടെ ചിലപ്പോൾ ഓർത്ത് വയ്ക്കും, അല്ലെങ്കിൽ അത് നല്ലൊരു സന്ദർഭമായിട്ട് എടുക്കാൻ പറ്റും. സോ അതാണ് ടു ക്രിയേറ്റ് an effect on people you meet. പിന്നെന്ന് പറഞ്ഞിട്ട് ടു ഡു ബെറ്റർ അറ്റ് വർക്ക് ഓർ ഇൻ ബിസിനസ്. ഡെഫിനറ്റ്ലി അതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വർക്കിൻ്റെ കുറച്ചുകൂടെ ഒഫീഷ്യൽ കാര്യങ്ങളിലേക്ക്, അതായത് വർക്ക് പരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് പരമായിട്ടോ നമുക്ക് സംസാരം ഭയങ്കര ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആ സംഭവം തന്നെ കുഴഞ്ഞു പോകാൻ പറ്റും. സംസാരിച്ച് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അതിന് നമുക്ക് നല്ല കോൺവെർസേഷൻ സ്കിൽസ് ഉണ്ടാവണം. ഇനി അതുമല്ലെങ്കിൽ ഇംപ്രസ് യുവർ ക്രഷ്. നമുക്ക് ആരെങ്കിലും ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രഷ് തോന്നുകയാണെങ്കിൽ ആ ഒരു വികാരം നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ നടത്താൻ പറ്റും, അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓൾ റൈറ്റ്, സോ ഇതിനൊക്കെയാണ് നമുക്ക് കോൺവെർസേഷൻ സ്കിൽസ് വേണ്ടത്. സോ ബി ക്യൂരിയസ്. ബി ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ സ്റ്റോറി. നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ബി ഇൻവോൾവ്. അതിനകത്ത് കുറച്ചുകൂടെ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. കൂടാതെ ആസ്ക് ക്വസ്റ്റ്യൻസ്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് ഇതെന്ത് പറ്റി അങ്ങനെ ആവാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാ അങ്ങനെയാണോ? ഓക്കെ, റൈറ്റ്. ഡോണ്ട് ലൂസ് ഐ കോണ്ടാക്ട്. കാര്യം എന്താ വെച്ചാൽ ഒരാൾ സംസാരിക്കും, നമ്മൾ ഓക്കെ ഇനി അതല്ല കണ്ടോ, ആ 2 വ്യത്യാസം കണ്ടോ? അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് കാരണം ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ഓർ സേ സംതിങ് ടു അക്നോളജ് ദ പേഴ്സൺ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ അതെ ഓക്കെ, സേ സംതിങ്. അവരോട് ചോദിക്കുക, ഓക്കെ അത് ഇങ്ങനെയാണല്ലേ, ശരി ഓക്കെ. ഇത്തരം രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് കുറച്ച് ഗെസ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരാളുമായിട്ടൊരു കോൺവെർസേഷൻ നടത്തുമ്പോൾ നമ്മൾ മാക്സിമം അത് ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു കംഫർട്ട് സോണിലെത്തി അവർ ഓക്കെ ഞാൻ പറയുന്ന ആൾ കേൾക്കാൻ, ആരോടാണ് സംസാരിക്കുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ, അല്ലെങ്കിൽ അത് വളരെ ബോറായി പോകും. ഓൾറൈറ്റ്, അടുത്തത് മാച്ച് ദി എനർജി. അതായത് മീറ്റ് ദം വേർ ദേ ആർ അറ്റ്. അവരെവിടെയാണോ അവിടെ പോയി കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി അതല്ലെങ്കിൽ ഡോണ്ട് സ്വേ ഫ്രം ദ ടോപ്പിക് ദേ വിഷ് ടു ഡിസ്കസ്. അവർ ചിലപ്പം ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എനർജിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പം അതുവരെ ആ ഒരു പർട്ടിക്കുലർ എനർജി നമുക്ക് മീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അത് മാത്രമല്ലാണ്ട് അവരുടെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, ആ ഒരു ഡിസ്കഷനിൽ നിന്ന് നമ്മൾ മാക്സിമം മാറാണ്ട് ശ്രമിക്കുക. അതിനെ കണ്ടക്ട് ചെയ്തുകൊണ്ട്, അതായത് അത് കൂടെ എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുക. ഡോണ്ട് സൗണ്ട് ലോ ഇഫ് സമൺ ഓഫേഴ്സ് ഹൈ എനർജി. ചിലപ്പം സംസാരിക്കുന്ന ആൾ ഞാൻ ഇങ്ങനെയൊക്കെ പോയി, എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം, അത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മൾ വലിയൊന്നുമില്ല അങ്ങനത്തെ രീതിയിൽ നമ്മൾ പോയത്, കൊള്ളാം മേഡം ഇങ്ങനെ ഇതിന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും ആ ഒരു എനർജി മാച്ച് ചെയ്യാൻ നമ്മൾ നോക്കണം. ഓൾറൈറ്റ്, ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്.
ക്യാപ്ഷൈൻ്റെ വക 30 days ഫ്രീ ട്രയൽ ഉണ്ട്. ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് കോൺവെർസേറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഫീച്ചേഴ്സും ഈ സംഭവത്തിലുണ്ട്. എന്തൊക്കെയാണ്? ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്, ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക്. അത് കൂടാണ്ട് മന്ത്ലി ഫ്ലുവൻസി ട്രാക്ക്, ഇതിൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം പുരോഗമിച്ചു. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പം എവിടേക്കാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത്, ഏതൊക്കെ പാർട്ടാണ്, പ്രൊനൗൺസിയേഷനാണോ, ഗ്രാമറാണോ, അത് വൊക്കാബുലറിയാണോ, എവിടെയാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. കൂടാതെ പിന്നെ എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും. നിങ്ങളുടെ പെർട്ടിക്കുലർ ഇഷ്യൂസ്, പ്രോബ്ലംസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരാം. ആൻഡ് ഡെയിലി മൈക്രോ ലെസൺസ്, കാര്യങ്ങൾ, അതായത് സംഭവങ്ങൾ കുറച്ചുകൂടെ ചെറിയ ചെറിയ വീഡിയോസിലാക്കി പഠിത്തം കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ആൻഡ് ലൈവ് ക്ലാസ്സസ്, ഇൻസ്ട്രക്ടറായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, ഓൺ ദി സ്പോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. ബാക്ക് ടു സെഷൻ. മിറർ. എന്തായിരിക്കും മിറർ? ട്രൈ ടു കോപ്പി ദ ടോൺ ഓഫ് ദ പേഴ്സൺ യു ടോക്കിംഗ് ടു. നമ്മൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടോണിൽ നമ്മൾ മാച്ചപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരാൾ ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുക, ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ, അങ്ങനെ ആവരുത്. ഓൾറൈറ്റ്. ഇമിറ്റേറ്റ് ദ ബോഡി ലാംഗ്വേജ്. മാക്സിമം എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർ, ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ കൈ കൊണ്ടുള്ള ഓരോ കാട്ടായങ്ങളുണ്ടാവും. അപ്പം അതുപോലെ അപ്പം നമ്മൾ മാത്രം ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നുന്നു, ഞാൻ ഈ കാണിക്കുന്ന ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. മാക്സിമം ഇങ്ങനെ ഇപ്പം അവിടെ ഇങ്ങനെ ചിലവർ അവിടെ ഈ ഭാഗത്ത് ഇപ്പുറത്ത് അങ്ങനെയൊക്കെയല്ല, അവരെങ്ങനെയാണോ അത് എക്സിബിറ്റ് ചെയ്യുന്നത് അതുപോലെ മാക്സിമം നിങ്ങളും എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. റിപ്പീറ്റ് ദ വേർഡ്സ് ദേ യൂസ്ഡ് വൈൽ റെസ്പോണ്ടിങ് ടു ദെയർ സ്പീച്ച്. അവരേതൊക്കെ വേർഡ്സ് ആണ് ചെയ്തത്, നീ ഇന്നാണ് പറഞ്ഞില്ലായിരുന്നു മറ്റിന്ന തരം, അത്തരം രീതിയിൽ അവരെന്തൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ കോട്ട് ചെയ്ത് അവരുടെ അടുത്ത് തന്നെ ലൈക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും തോന്നും, ഓക്കെ ഇവള് പറയണം, ഞാൻ പറഞ്ഞു, ഇവള് കേട്ടിട്ടുണ്ട്, ഇവള് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓർത്ത് വയ്ക്കുന്നുണ്ട്. അത്തരം രീതിയിൽ നമുക്ക് അവരെയും കൂടെ ആ ഒരു കംഫർട്ട് സോണിൽ വച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. ഓൾറൈറ്റ്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഇറ്റ് വിത്ത് ദം. അതിൻ്റെ അർത്ഥം എന്താ? ഇമാജിൻ യുവർ സെൽഫ് ഇൻ ദ സിറ്റുവേഷൻ. ഇത് യൂഷ്വലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഒരാൾ എന്തിനെങ്കിലും കുറിച്ച് പറയുമ്പം എന്തെങ്കിലും ചീഞ്ഞ സംഭവമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സാഡ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് പോർട്രേ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളിങ്ങനെയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് പറഞ്ഞു അത്തരം രീതിയിൽ ചിലപ്പം പുള്ളിക്കാർക്ക് എന്തെങ്കിലും സജഷൻസ് കിട്ടാൻ വേണ്ടിയായിരിക്കും നമ്മളോട് ചോദിക്കണം. നമ്മളങ്ങനെ ചെയ്ത് നമ്മളെ തന്നെ അവരുടെ ആ ഒരു പൊസിഷനിൽ നോക്കി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഒപ്പീനിയൻസോ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൂടാണ്ട് ഡിസ്പ്ലേ ജെനുവിൻ ഇമോഷൻസ് ആൻഡ് ഷെയർ യുവർ ഫീലിങ്സ് അബൌട്ട് വാട്ട് ദേ ടോൾഡ് യു. അവർ പറയുമ്പോൾ മാക്സിമം ജെനുവിൻ ആക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരാൾ സങ്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ ഫേക്ക് ആക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ജെനുവിൻ ആക്കാൻ ശ്രമിക്കുക. ചിലപ്പം ചില ആൾക്കാർക്ക് ഇത്തരം ഫീലിങ്സ് വരണമെന്നില്ല. അപ്പോൾ ഫീലിങ്സ് വരുന്നില്ലെങ്കിൽ ഉള്ളതുപോലെ പറയുക. എടാ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് ഇന്ന ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, അങ്ങനെ പറയുക. എന്താണോ നമുക്ക് ആ സമയത്ത് തോന്നുന്നത് അത് പറയുക. അതല്ല നമുക്ക് ചിരിയും അതും ഇതൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരികയാണെങ്കിൽ മാക്സിമം ഇത് ഡിസ്പ്ലേ ചെയ്യാണ്ടിരിക്കുക. അത്രയാണ്. മറ്റുള്ളവരെയും കൂടെ നമ്മൾ കഷ്ടത്തിലാക്കരുത്. Alright. Your heartfelt questions would lead to better interactions. നിങ്ങൾക്ക് ലൈക്ക് ആ സമയത്ത് തോന്നുവാണ് എന്തെങ്കിലും ചോദിക്കാൻ തോന്നുവാണെങ്കിൽ അത് വളരെ ജെന്യൂൻ ആയിട്ടും വളരെ ഓണസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുവാണെങ്കിൽ അത് അപ്പം തന്നെ ചോദിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺവെർസേഷൻ മാക്സിമം നമ്മൾ എന്താ പറയുക കുറച്ചൊരു ഡിസൈറബിൾ രീതിയിൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ അത് ഭംഗിയായിരിക്കും. മറ്റുള്ളവർ ഒരിക്കലും ആ ഒരു അൺകംഫർട്ടബിൾ സോണിൽ നമ്മൾ വച്ചുകൊണ്ട് ആ കോൺവെർസേഷൻ കൊണ്ടുവരുന്നത്. റൈറ്റ്. ഇനി അവസാനത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോണ്ട് ട്രൈ ടു ഡോമിനേറ്റ്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? Don't just keep speaking. Listening is equally essential. എപ്പോഴും ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട്, കേൾക്കുക എന്ന് പറയുന്നത് to be a good speaker you need to know, you should be a good listener. So കേൾക്കുക, അവരെന്താണോ പറയുന്നത് അതും കേൾക്കുക. നമ്മൾക്ക് സംസാരിക്കാൻ, ഞാനൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കും ബോറടിക്കും, എനിക്കും തളരും ചിലപ്പം. അപ്പം നമ്മൾ അവരും കൂടെ പറയണ എന്താണെന്ന് കേൾക്കണം. നമ്മൾ let them ask about you instead of raving about your accomplishments. നമ്മളുടെ എന്താണ് പറയുക അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കിടന്ന് ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണതിന് പകരം അവർ ചോദ്യം ചോദിക്കട്ടെ, അവർക്ക് എന്താണോ അറിയാൻ താല്പര്യം ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെ ഒരു കോൺവെർസേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കൂടാത്തതിന് ask about them so they feel connected to you. അവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം. അങ്ങനെയാണ് ശരിക്കും ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകേണ്ടത്. അത്തരം രീതിയിലാണ്. കാര്യം 2 പേര് ചേർന്ന് അല്ലെങ്കിൽ 2-3 ആൾക്കാർ ചേർന്നുള്ളൊരു സംഭവത്തിൽ നമ്മൾ എല്ലാവരും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് ഇതൊരു കോൺവെർസേഷൻ ആവുന്നത്. ഒരാൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആക്ച്വലി ഒരു ഡോമിനേറ്റിംഗ് ബിഹേവിയർ ആണ് അവിടെ കാണിക്കുന്നത്. സോ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കോൺവെർസേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷൻ ഒരാളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് ചിലപ്പോൾ നമ്മൾ വന്നൊരു ഇതിനകത്ത് ആവണമെന്നില്ല അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും കൊണ്ട് ആ ഒരു ഇമോഷനും ആ ഒരു ടോണും എല്ലാം നമ്മൾ കണക്കിലാക്കിയെടുക്കണം ഒരു സ്ട്രേഞ്ചറിനോടാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കേണ്ടത്. സോ ഇത്തരം കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ
ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് വഴി നിങ്ങളുടെ സജഷൻസ്, ഒപ്പീനിയൻസ് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ഷൻ്റെ 30 days ഫ്രീ ട്രയൽ കിട്ടാൻ വിസിറ്റ് caption.com അല്ലെങ്കിൽ ക്യാപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.